അങ്ങനെ നമ്മുടെ യാത്രകൾ തുടരുകയാണ്. യാത്രകൾക്കൊരു അന്തവുമില്ല കുന്തവുമില്ല എന്ന് പറയുന്ന കണക്കാണ്. യാത്ര എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. പോകുന്ന വഴിയെ നമ്മളങ്ങ് പോവുകയാണ്. കാരണം അങ്ങനെയാണ് യാത്രകൾ. ഒരു സ്ഥലം നമ്മൾ സ്കെച്ച് ചെയ്തല്ല പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ മീഡിയ വിഷൻ യാത്രകളൊക്കെ കണ്ട് ഒരുപാട് പേര് പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി ദൂരെ യാത്രയിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നേരെ ഇടുക്കിയിലോട്ട് വിട്ടോളിൻ. കാരണം പാഞ്ചാലിമേട് സൂപ്പറാണ്, ഡൂപ്പറാണ്. കാരണം പാഞ്ചാലിമേട് എന്ന് പറയുന്ന സ്ഥലം ഒരു മനോഹരമായ സ്ഥലം എന്നതിലുപരി എത്ര പറഞ്ഞാലും വർണ്ണിച്ചാലും ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് മനോഹരമായ വിഷ്വൽ തന്നെ കാണിച്ചാണ് പോകുന്നത്. നിങ്ങൾ അത് കണ്ടുകൊണ്ട് വേണം ഇങ്ങോട്ട് വരാൻ. അത്രയ്ക്ക് മനോഹരമായ സ്ഥലമാണ്. നല്ലൊരു ട്രിപ്പിന് പറ്റിയ സ്ഥലമാണ് പാഞ്ചാലിമേട്. അപ്പോൾ എല്ലാവരും കൂടെ വന്നോളി. ഞങ്ങൾ യാത്ര തുടരുകയാണ്. അതിരാവിലെയുള്ള യാത്രയാണ്. പുലർച്ചെയുള്ള യാത്രകൾ സുഖകരമാണല്ലോ. ഇടുക്കിയിലേക്കാണ് യാത്ര. അതിനിടയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. അങ്ങനെ ആ കാഴ്ചകൾ കണ്ട് കണ്ട് പച്ചപുതച്ച മലനിരകളുടെ മനോഹരമായ മഞ്ഞുവീഴ്ചയുമൊക്കെ കണ്ട് ഗ്രാമങ്ങളിൽ കൂടിയുള്ള യാത്രയാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് പാഞ്ചാലിമേട് എന്ന് പറയുന്ന മനോഹരമായ സ്ഥലം. ആ സ്ഥലത്തെത്താൻ ഒരുപാട് വഴികൾ ചോദിക്കുകയൊന്നും വേണ്ട. ഇടുക്കി യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും വഴി തെറ്റില്ല. കാരണം ഇടുക്കി ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു ടൂറിസം സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ബോർഡുകളുണ്ട്, ആരോ മാർക്കുകളുണ്ട്. പിന്നെ മലയാളികളുടെ ഒരു സ്വഭാവമാണല്ലോ, എവിടെയെങ്കിലൊക്കെ ചെന്ന് ചായക്കടയിൽ ചായ കുടിക്കാൻ നിർത്തിയിട്ട് പോകുന്ന വഴിയൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷെ നമ്മുടെ മുന്നിൽ ബോർഡും കാണും. അത് നമ്മുടെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതൊക്കെ പോട്ടെ, ഞങ്ങൾ പച്ച വിരിച്ച മലനിരകളുടെ അടിയിൽ കൂടിയുള്ള മനോഹരമായ റോഡിൽ കൂടിയാണ് യാത്ര. മഞ്ഞും കുളിരുമേറ്റ് അതിരാവിലെയുള്ള യാത്ര അടിപൊളി തന്നെയാണ്. ലക്ഷ്യം ഒരു സ്ഥലമാണ് ഇപ്പോൾ പാഞ്ചാലിമേട്. ആ പാഞ്ചാലിമേടിലേക്ക് പോകുമ്പോൾ തന്നെ കാഴ്ചകൾ ഇങ്ങനെ വിശാലമാണ്. ഗ്രാമങ്ങളിൽ കൂടിയും അതുപോലെ തന്നെ മലയോര കർഷകരുടെ കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം. മലനിരകളിലൊക്കെ വെയിൽ വീണു തുടങ്ങി. എങ്കിലും പാഞ്ചാലിമേടിൽ എത്തുമ്പോൾ നല്ല തണുപ്പും കാറ്റുമൊക്കെയാണെന്ന് അവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടു. ഏതായാലും നമ്മൾ പാഞ്ചാലിമേടിലേക്ക് പോവുകയാണ്. പാഞ്ചാലിമേട് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം എന്നാണ് എന്നോടൊപ്പമുള്ള സൂരജ് പറയുന്നത്. നനുനനെ പെയ്യുന്ന ചാറ്റൽ മഴയും മഞ്ഞും തണുപ്പും, പച്ച പട്ടുപുതച്ച് മഴയേറ്റ് കിടക്കുന്ന മൊട്ടക്കുന്നുകൾ, നിന്ന നിൽപ്പിൽ കോടമഞ്ഞ് വന്ന് നിറയുന്ന വഴികൾ, മലമുകളിലേക്ക് കയറിയാൽ വീശിയൊടിക്കുന്ന കാറ്റ്, ഇടയ്ക്കിടെ ഒന്ന് മിന്നി വന്നു പോകുന്ന ഇളം വെയിൽ. മൺസൂണിനെ കാത്തിരിക്കുകയായിരുന്നു ഇടുക്കി എന്ന് തോന്നുന്നു. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു കുന്നിന പ്രദേശമായ പാഞ്ചാലിമേട് പുരാണങ്ങളാലും പ്രകൃതി സൗന്ദര്യത്താലും നിറഞ്ഞു നിൽക്കുന്നു. ഐതിഹ്യമനുസരിച്ച് പുരാണ നായകന്മാരായ പാണ്ഡവരും അവരുടെ ഭാര്യ പാഞ്ചാലിയും വനവാസക്കാലത്ത് പാഞ്ചാലിമേട്ടിൽ അഭയം തേടിയതിനാൽ കുന്ന് എന്നർത്ഥം വരുന്ന പാഞ്ചാലിമേട് എന്ന പേര് ലഭിച്ചു എന്നാണ് ഐതിഹ്യം. കുട്ടിക്കാനത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ സ്ഥലം പുരാണ ആകർഷണത്തിന്റെയും ശാന്തമായ പ്രകൃതി ദൃശ്യങ്ങളുടെയും സമ്പൂർണ്ണ സംയോജനമാണ്. ഇതൊരു കുടുംബത്തിന് ഏകദിന യാത്രയ്ക്ക് അനുയോജ്യമായ സ്ഥലം കൂടിയാണ്. കോട്ടയം കുമളി റോഡിലൂടെ കുട്ടിക്കാനത്ത് നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പാഞ്ചാലിമേട് ഒരു വെല്ലുവിളി നിറഞ്ഞ ട്രെക്കിംഗ് ഏരിയയല്ല. മൃദുവായ കാൽനട യാത്രയാണ് ഇവിടെ ഏറ്റവും നല്ലത്. മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ഈ മലകയറ്റം എളുപ്പമാണ്. നന്നായി നിരത്തിയ പാറക്കെട്ടുകളുള്ള ഒരു നടപ്പാത സന്ദർശകരെ കൊടുമുടിയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അതിരാവിലെ ഒരു മനോഹരമായ സ്ഥലത്ത് നിൽക്കുകയാണ്. അതായത് നമ്മൾ ഇടുക്കി ജില്ലയിൽ എത്തിയിട്ടുണ്ട്. പീരുമേട് താലൂക്കിലാണ്. അപ്പോൾ പാഞ്ചാലിമേട് എന്ന് പറയുന്ന മനോഹരമായ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ദേശീയപാത 183 നിന്നും മുറിഞ്ഞപുഴയിൽ വന്നിട്ട്
കണങ്കാവൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുമ്പോഴാണ് പാഞ്ചാലിമേട് എന്ന് പറയുന്ന മനോഹരമായ സ്ഥലം. ഇടുക്കി ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് പാഞ്ചാലിമേട്. നിങ്ങൾ കാണുമ്പോൾ അറിയാം, ചുറ്റിനും മലനിരകളാൽ ചുറ്റപ്പെട്ട മഞ്ഞു മൂടിയ മനോഹാരിതയുടെ കാഴ്ചകൾ. എന്നും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് തരുന്നത്. പാഞ്ചാലിമേടും അതുപോലെ തന്നെ നമുക്ക് മനോഹരമായ കാഴ്ച ഒരുക്കുന്ന കുമളിയിലെ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ വാച്ച് ഇറ്റ് ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ. നമുക്ക് യാത്ര തുടരാം അല്ലേ? കേരളത്തിലെ ഏറ്റവും മികച്ച മാതൃകയിലുള്ള ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒന്നുകൂടിയാണ് പാഞ്ചാലിമേട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് പ്രത്യേക റാമ്പുകൾ, ആവശ്യാനുസരണ വീൽ ചെയർ ലഭ്യത, ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ വിശ്രമമുറികൾ എന്നിവ ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് എല്ലാവർക്കും സുഖകരമായ സന്ദർശനം ഉറപ്പാക്കുന്ന ഒരു സ്ഥലമാണ്. നാമമാത്രമായ ഫീസോടെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ആണ് പ്രവേശനം നിയന്ത്രിക്കുന്നത്. പിന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുലർച്ചെ 6 മണിക്ക് തന്നെ ഇവിടെ പ്രവേശനം അനുവദനീയമാണ്. വൈകിട്ട് 6:30 അടയ്ക്കുകയും ചെയ്യും. കാരണം പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ സമയമാണല്ലോ പുലർച്ചെയും വൈകുന്നേരം ഒക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആ സമയത്ത് തുറക്കുന്നത്. പ്രവേശന കവാടത്തിനടുത്തായി ഒരു കഫ്റ്റീരിയയും വിശ്രമമുറികളും ഒക്കെയുണ്ട്. ഇത് സന്ദർശകർക്ക് സൗകര്യപ്രദമാണ്. അതുപോലെ റോഡിൽ കടകളും എല്ലാം ഉണ്ട്. വിശ്വാസങ്ങളൊക്കെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു സ്ഥലമാണ് പാഞ്ചാലിമേട്. അത് പ്രത്യേകം പറയണം. ഈ പ്രദേശത്തിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക പൈതൃകത്തെ അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻ കുരിശുകളും ഒരു ഹിന്ദു ക്ഷേത്രവും കൊടിമുടിയിലുണ്ട്. നിങ്ങൾ കാൽനട യാത്ര നടത്തുമ്പോൾ പാഞ്ചാലിയുമായി ബന്ധപ്പെട്ട ഒരു കുളമായ പാഞ്ചാലിക്കുളം, പാണ്ഡവരുമായി ബന്ധപ്പെട്ട ഗുഹകളായ പാണ്ഡവ ഗുഹ എന്നിവയും സന്ദർശിക്കാം. ഈ സ്ഥലങ്ങൾ പ്രദേശത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തിനും പുരാണ കൗതുകത്തിന്റെ ഒരു വിവരണം തന്നെ നൽകുന്നുണ്ട്. ഞങ്ങൾ വളരെ ധൃതിക്ക് വന്നതുകൊണ്ട് എല്ലാ സ്ഥലവും ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം പാഞ്ചാലിമേട് മാത്രം വിശദമായി നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഇത് മറ്റു വീഡിയോകളിലൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെ ഞങ്ങൾ യാത്രക്കിടയിലാണ് ഇവിടെ നിന്ന് കയറിയത്. ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി ഒന്ന് ചെറുതായി ഷൂട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പാഞ്ചാലിമേടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് മകരസംക്രാന്തിയുടെ ഉത്സവകാലം. ആയിരക്കണക്കിന് ഭക്തർ മകരജ്യോതി കാണാൻ ഇവിടെ ഒത്തുകൂടുന്നു. ഈ പരിപാടി ഹിൽ സ്റ്റേഷന് ഒരു ആത്മീയ മാനം നൽകുന്നുമുണ്ട്. ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ ദൂരെ നിന്ന് സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. കുമളിയിൽ നിന്നും കുട്ടിക്കാനത്തേക്ക് നേരിട്ട് ബസ്സുകൾ ലഭ്യമാണ്. കുട്ടിക്കാനത്ത് നിന്ന് സന്ദർശകർക്ക് പാഞ്ചാലിമേടിലെത്താൻ സ്വകാര്യ ജീപ്പ് സർവീസുകളുമുണ്ട്. പശ്ചിമഘട്ടത്തിന്റെ അതിശയകരമായ കാഴ്ചകൾ ഈ യാത്രയിൽ തന്നെ പ്രദാനം ചെയ്യുന്നു. ഇത് പാഞ്ചാലിമേട്ടിലേക്കുള്ള യാത്രയെ ലക്ഷ്യസ്ഥാനത്തെ മനോഹരമാക്കുന്നു എന്ന് തന്നെ പറയാം. സഞ്ചാരികൾക്ക് ഇഷ്ടമിടമായി മാറുന്ന ഒരു സ്ഥലമാണ് പാഞ്ചാലിമേട്. പ്രകൃതി സൗന്ദര്യം കൊണ്ട് വശ്യ മനോഹരമായ സ്ഥലവും പുരാണ പ്രാധാന്യത്തിന്റെ സാംസ്കാരിക ഐക്യത്തിന്റെയും സവിശേഷമായ ഒരു സംയോജനവുമാണ് പാഞ്ചാലിമേട്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ, ചരിത്രപ്രേമിയാണോ, അല്ലെങ്കിൽ സമാധാനപരമായ ഒരു വിശ്രമസ്ഥലം ആഗ്രഹിക്കുന്ന ആളാണോ? ആർക്ക് വേണമെങ്കിലും പാഞ്ചാലിമേടിലേക്ക് എത്താം. അത്രയ്ക്ക് മനോഹരമാണ് ഈ വശ്യസുന്ദരമായ ഭൂമിയുടെ ഒരു ഭാഗത്ത് കിടക്കുന്ന പാഞ്ചാലിമേട്. പാഞ്ചാലിമേടിലേക്ക് ബസ് സർവീസ് ഇല്ലെങ്കിലും തെക്കേമല ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഏകദേശം അവിടെ നിന്നും 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാഞ്ചാലിമേടിലെത്താം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഏകദേശം 126 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 70 കിലോമീറ്റർ അകലെയാണ് പാഞ്ചാലിമേട്. ഏതായാലും മനോഹരമായ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ഇത്തിരി റിസ്ക് എടുക്കുന്നത് നല്ലതാണ്. നമ്മളെല്ലാവരും റിസ്ക് എടുത്താണ് യാത്ര ചെയ്യുക. അത് രാവിലെ ആയാലും രാത്രിയിലായാലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു മടിയുമില്ലാതെ പോകുന്ന ഞങ്ങളെപ്പോലുള്ള യാത്രികർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും യാത്ര തുടരുകയാണ്. നിങ്ങൾക്ക് മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കും. പാഞ്ചാലിമേടിലെ കാഴ്ച കണ്ട് നേരെ കുമളിയിലേക്കാണ്. അപ്പോൾ എല്ലാവരും കൂടെ വന്നോളെ. നമുക്ക് വീണ്ടും കാഴ്ചകൾ കാണാം.